ഇസ്ലാമിനെതിരെ ആളുകൾ കയർക്കുന്നത് എന്തുകൊണ്ടാണ്? ഇസ്ലാം സ്ത്രീയുടെ സൗന്ദര്യം വിൽക്കുന്നതിനെതിരെ ശബ്ദിച്ചു. റിസപ്ഷനിൽ കൊണ്ടുപോയി സ്ത്രീയുടെ മാറ് കാഴ്ചവെക്കുന്നതിനെതിരെ ഇസ്ലാം ശബ്ദിച്ചു. പെണ്ണിന്റെ സമ്പത്ത് ശരീരമാണ്, സ്ഫടികമാണ്, അതാരാന് കാഴ്ചവെക്കാനുള്ളതല്ല, അത് പുറമ്പോക്കല്ല എന്ന് ഇസ്ലാം ശക്തമായി പറഞ്ഞു. അപ്പൊ ആളുകൾ പറഞ്ഞു സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുത്തില്ല. ഞാൻ ചോദിക്കുന്നോട് തെറ്റിദ്ധരിക്കുന്നു ചെയ്തു. സ്ത്രീക്ക് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താ? ഉടുതുണി ഇരിഞ്ഞ് നടക്കുക എന്നുള്ള അതിന്റെ പേരാ സ്വാതന്ത്ര്യം? പെണ്ണ് കൊടുക്കാണ്ടിരിക്കുക എന്നുള്ളതിന്റെ പേരാ സ്വാതന്ത്ര്യം? അതിന് സ്വാതന്ത്ര്യം എന്നല്ല പറയാ, വൃത്തികേട് എന്നാ പറയാ. അതാ നിങ്ങൾ സ്വാതന്ത്ര്യം എന്ന് വിളിക്കണത്? അതോ പെണ്ണിന് തെങ്ങുമക്കാനുള്ള സ്വാതന്ത്ര്യം? എന്തിനാ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? പെണ്ണെന്താന്ന് ആദ്യം പഠിക്ക്. പെണ്ണാണല്ലോ. പെണ്ണ് പെരുവിരൽ മുതൽ ശിരസ് വരെ പെണ്ണാ. പെണ്ണിന്റെ ഗർഭപാത്രം നിനക്ക് തന്നിട്ടുണ്ടോ? ആണിന് ഉണ്ടോ? പെണ്ണിന്റെ മെൻസസ് പീരീഡ് തന്നിട്ടുണ്ടോ ഇവിടെ പുരുഷന്? പെണ്ണിന്റെ ലാളന തന്നിട്ടുണ്ടോ ഇവിടെ പുരുഷന്? ഇവിടുന്ന് വിളിച്ചു പറയാം, ഞാൻ വിളിച്ചു പറയാം, എന്റെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ കുഞ്ഞിന്റെ മാറെടുത്തുന്ന മൊലുടിക്കണേ, എന്റെ ഭാര്യന്റെ മാറെടുത്തുന്ന മൊലുടിക്കണേ എന്ന് നിനക്ക് കഴിയോ? പെണ്ണിനെ പെണ്ണാക്കുക, പെണ്ണിനെ ആണാക്കണ്ട, ആണിനെ പെണ്ണു ആക്കണ്ട. അതാ വ്യത്യാസം. ഇസ്ലാം പറഞ്ഞ എന്താ? പെണ്ണ് പെണ്ണാ, ആണാ. ഇസ്ലാമിന്റെ നേരെ കുതിര കയറുന്നവർ ചിന്തിച്ചിട്ടുണ്ടോ? പെണ്ണ് പെണ്ണാ, ശ്രൈണഭാവമുള്ളവളാ അവള്, കുടുംബിനിയാണ്, അവള് കുടുംബത്തിന്റെ സമ്പത്താണ്, അവള് കുടുംബത്തെ പോറ്റേണ്ടവളാണ്, അവള് കുടുംബത്തെ മാന്യമായി നയിക്കേണ്ടവളാണ്. ഞാൻ ചോദിക്കട്ടെ, ഉഷാ വില്യംസ് കേരളത്തിലെ ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞരിൽ ഒരാളും എഴുത്തുകാരിയാണല്ലോ. എന്തിനധികം ജസ്റ്റിസ് ശ്രീദേവി ഏറ്റവും ലേറ്റസ്റ്റ് പഠനങ്ങളാ പറയുന്നത്. എന്തായാലും ഉണ്ടായിരുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ കുടുംബ ശൈഥില്യം പെണ്ണ് ജോലിക്ക് പോയതിനു ശേഷം ഉണ്ടായതെന്നാ ഉഷാ വില്യംസിന്റെ റിപ്പോർട്ടാ. മുജാഹിദ് ബാലിശ്ശേരി പറയല്ല. എന്താ പറഞ്ഞത്? പെണ്ണിന് ജോലിയുള്ളതാണ് കുടുംബ പ്രശ്നത്തിന്റെ കാതലായ വശം. സംശയം ഉണ്ടായിരുന്നെങ്കിലും പെണ്ണോ ആണോ ഒരേപോലെ ജോലി ചെയ്യുന്ന പൊരൊന്ന് പോയി നോക്കിയേ, ആ വീട് ഒരു വൃത്തി ഉണ്ടാവില്ല. ആ വീടിന് അവരുടെ അടിവസ്ത്രം വരെ അയച്ചിട്ടുണ്ടാവും പൊരന്റെ നാനാഭാഗത്തും. ആ അലക്കാൻ സമയമല്ല, അടക്കി വെക്കാൻ സമയമല്ല, ഡൈനിങ് ടേബിളിൽ 5 ദിവസം അലക്കാതിട്ട മുഴുവൻ വൃത്തികേടുണ്ടാവും അവിടെ. ഒരു മനുഷ്യൻ അതിഥിയെ അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ല. എല്ലാരെ വീടും അല്ല, ഞാൻ ഉറച്ചു പറയുന്നു. ആ വീട്ടിൽ ആ കാണുന്ന ഡിസോർഡറില്ലേ, അത് അവരുടെ ലൈഫിലുണ്ടാവും. സംശയം ഉണ്ടോ നിങ്ങൾക്ക്? ടെക്നോ പാർക്ക് ഏറ്റവും വലിയ തെളിവാ. എറണാകുളം IT രംഗം. ഉഷാ വില്യംസ് പറയാണ്, ഡൈവേഴ്സിന് വരുന്ന പെണ്ണുങ്ങൾ ഞങ്ങളോട് പറയുന്നത് എന്താ അറിയോ? ഓൻ പോയി പണി നോക്കട്ടെ, എനിക്ക് 35,000 രൂപ ശമ്പളം ഉണ്ട്, ഓന് 25,000 ഉള്ളൂ. ടെക്നോ പാർക്കിൽ ഓനേക്കാൾ ശമ്പളം വാങ്ങണേ ഞാനാണെന്ന് പെണ്ണുങ്ങൾ പറയണത്രേ. ഇസ്ലാം എത്ര സുന്ദരമായിട്ട് ആ കാര്യം പറഞ്ഞ്. الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم. 4-ാം അധ്യായം 34-ാമത്തെ വചന. എന്താ ഇതിന്റെ അർത്ഥം അറിയോ? സ്ത്രീയുടെ മേൽ കൈകാര്യകർത്തൃത്വം പുരുഷനാണ്, മേൽനോട്ടം പുരുഷനാണ്. കാരണം എന്താ? ചിലർക്ക് ചിലരേക്കാൾ ശ്രേഷ്ഠ നൽകിയിട്ടുണ്ട് അല്ലാഹ്. ആ പുരുഷനെ പോലെയല്ല പെണ്ണ്. അല്ല, മകൻ 18 വയസ്സായി ഗുജറാത്ത് പോകുന്നു ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരമ്മക്കും വലിയ ടെൻഷനൊന്നും ഉണ്ടാവില്ല. 18 വയസ്സുള്ള മകള് ഗുജറാത്തിലേക്ക് ഒറ്റയ്ക്ക് പോകുന്നു പറഞ്ഞാൽ നല്ലൊരു അമ്മയുടെ ഹൃദയം നിറഞ്ഞു പിടിക്കും. എന്താ കാരണം? പെണ്ണു ആണോ ഒന്നല്ലടോ. പെണ്ണിനെ ആണിനെ ഒന്നാക്കാൻ ശ്രമിച്ചവനുണ്ടല്ലോ, ഓൻ മനുഷ്യത്വത്തിനെതിരെയാണ്, ഓൻ മനുഷ്യനെ പറ്റി പഠിക്കാത്തവനാണ്, ഓൻ ഈ രാജ്യത്തിന്റെ ദ്രോഹിയാണ്. മനസ്സിലായോ? ആണോ? പെൺകുട്ടി സ്കൂൾ പോയി വരുമ്പോണ്ടാകുന്ന ടെൻഷനാണോ ആൺകുട്ടി വരുമ്പോണ്ട്? ആണോ? ജാതി മതമൊക്കെ മറന്ന് പറഞ്ഞോളൂ. അവിടെയാണ് ഇസ്ലാം എന്ത് പറഞ്ഞേ? الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم. പുരുഷനാണ് സ്ത്രീയുടെ മേൽ സ്വത്ത് കൈകാര്യം ചെയ്യുക. അത് നിലക്കുന്ന കാലം ആ കുടുംബത്തിൽ സൗഖ്യം ഉണ്ടാവും. പെണ്ണ് കുടുംബം ഭരിക്കാൻ തുടങ്ങിയാലോ? പെണ്ണ് പൊതുവെ അഹങ്കാരിയാണ്. അഹങ്കാരമാണ് അവളുടെ മുഖമുദ്ര. അവൾക്ക് ജോലി കിട്ടിയാലേ അവൾ ആണിന്റെ തലയെ ചാടും. ആണിന് 35 ലക്ഷം ശമ്പളം കിട്ടിയാലും അവന് വിനയുണ്ടാവും. അത് ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായോ? പെണ്ണിന് ജോലി എടുക്കാൻ ബന്ധപ്പെട്ടവരൊക്കെ ഇപ്പൊ എന്താ ഉണ്ടായത്? വേറെ സ്ത്രീയായിട്ടോ അവന്റെ ബന്ധോ, ഓളെ ബന്ധം വേറെ പുരുഷനായിട്ടും. ദാമ്പത്യത്തിൽ സ്വസ്ഥത കിട്ടിയില്ലടോ. നേരെ മറിച്ച് കയറി ചെല്ലുമ്പോ നല്ല മലയാളി പെണ്ണിന്റെ വേഷത്തില് മര്യാദയുള്ള ഡ്രസ്സും ധരിച്ച് ഗേറ്റിൽ കാത്തിക്കുന്ന പഴയ കാല സങ്കല്പം ഉണ്ടായിരുന്നു പെണ്ണിനെ കുറിച്ച്. ഇതല്ല ഇത്. ഒരാൾ ഒരു വഴിക്ക് കാർ ഓടിച്ച് പോണ്, അതിന്റെ അപ്പുറത്ത് വേറെ. അല്ലടോ, അന്റെ കെട്ടിയോളെ കൂടെ വേറൊരുത്തനെ കണ്ടിട്ടില്ല അപ്പുറത്ത്. അപ്പൊ മറ്റോള് ചോദിക്കണം, നിങ്ങളെ സീറ്റിൽ വേറൊരുത്തി ഉണ്ടായിരുന്നല്ലോ അല്ലേ? ജോലി തേടി വിദ്യാഭ്യാസം ചെയ്ത് വലിയ വലിയ സ്ഥാപനത്തിൽ കയറി ഉണ്ടായതെന്താ? ഒരു പിടി ദുഃഖം. ഇതൊന്നും എന്റെ വാക്കല്ലോ. ഇത്രയും ഞാൻ പറഞ്ഞത് ജസ്റ്റിസ് ശ്രീദേവിയുടെ ഒരു ലേഖനത്തിലെ പരാമർശമാണ്. ഇതാ നമ്മുടെ നാട്. അവിടെ മതം മനുഷ്യനെ പഠിപ്പിച്ച എന്താ? പെണ്ണ് കുലീനയാണ്, അമ്മയാകേണ്ടവളാണ്, ഉമ്മയാകേണ്ടവളാണ്, നല്ല ഭാര്യയാകേണ്ടവളാണ്, നാത്തൂനാകേണ്ടവളാണ്.
മരുമകളാകേണ്ടവൾ. മനസ്സിലായോ? അങ്ങനെ പെണ്ണിന് ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കാണ്ട്. അവള് കുടുംബത്തിന്റെ കടാവടക്ക. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ എന്ന് പാടാൻ കഴിയോ? പൂമുഖവാതിൽക്ക് കുറ്റിച്ചൂലുമൽ മൂത്രയിച്ച് കാത്തുക്കുന്ന പെണ്ണ അന്നത്തെ കാലഘട്ടത്തിൽ. മനസ്സിലായോ? ന്യായം പറയുന്ന ആളുകൾ. അവിടെയാണ് മതം മനുഷ്യരെ മെരുക്കി, മനുഷ്യനാക്കി, നല്ല ഭാര്യയാകാൻ പഠിപ്പിച്ചു, നല്ല ഭർത്താവാകാൻ പഠിപ്പിച്ചു.